Children, in the last class, we already studied period, group, block, atomic number, valency, etc. from subshell configuration, right? ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറോ സബ്ഷൽ കോൺഫിഗറേഷനോ തന്നാൽ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്, അറ്റോമിക് നമ്പർ, വാലൻസി ഇവയൊക്കെ കണ്ടുപിടിക്കുന്ന ഇത് നമ്മൾ പഠിച്ചല്ലോ. ഹീലിയം എലമെൻറ്റിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അതിൻ്റെ പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സി അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ 1. Its electronic configuration subshell wise 1 as 1, right? And find out its period, group, block, etc. Period, number of main shell 1. So its period, first period. And number of electron in the last subshell S1. So it includes in first group. And block, last subshell S. So it includes in S block. Then atomic number 1. Right? Then what about helium? Atomic number 2. A subshell configuration 1 as 2. Then find out period. Period 1. Number of main shell 1. S 2. So second group. Block S and atomic number 2. But these two are wrong answer. ഹീലിയത്തിൻ്റെ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്ഷൽ കോൺഫിഗറേഷൻ 1:2 അത് കണ്ടിട്ട് പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് ഇവ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെയിം ഓഫ് മെയിൻ ഷെൽ റെപ്രസെന്റ്സ് പീരീഡ്. സോ പീരീഡ് 1, ഗ്രൂപ്പ് എസിൽ 2 ആകുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എന്നല്ല ഇവിടെ പറയേണ്ടത്. ഹീലിയം ഇൻക്ലൂഡ് ചെയ്യുന്നത് 18th ഗ്രൂപ്പിലാണ്, റൈറ്റ്? സോ ഇറ്റ്സ് ഗ്രൂപ്പ് ഈസ് 18. ദാറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് ബ്ലോക്ക് ലാസ്റ്റ് സബ്ഷെൽ നോക്കിയിട്ടല്ല ഹീലിയത്തിന്റെ ബ്ലോക്ക് പറയുന്നത്. ഹീലിയം 18th ഗ്രൂപ്പിലായതുകൊണ്ട് പി ബ്ലോക്കിലാണ്. സോ ബ്ലോക്ക് പി, ദിസ് ഈസ് കറക്റ്റ്. അറ്റോമിക് നമ്പർ 2. ബാക്കി എല്ലാ എലമെന്റിനെയും ലാസ്റ്റ് സബ്ഷെൽ നോക്കിയിട്ട് നമുക്ക് പറയാം പീരീഡ്, ബ്ലോക്ക്. പക്ഷേ ഹീലിയത്തിന്റെ മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഹീലിയം ശരിക്കും വേണ്ടത് എവിടെയാണ് നോക്കൂ. ഹൈഡ്രജൻ കഴിഞ്ഞ ഉടനെ തന്നെ ഹീലിയം സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ ഹീലിയം ഉള്ളത് 18th ഗ്രൂപ്പിലാണ്. എന്തുകൊണ്ടാണ് 18th ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത്? ഹീലിയം എക്സിബിറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോബിൾ ഗ്യാഷ്യസ് എലമെന്റ്സ്. നോബിൾ ഗ്യാഷ്യസ് എലമെന്റ്സിന്റെ സെയിം പ്രോപ്പർട്ടി ആണ് ഹീലിയവും എക്സിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹീലിയത്തിനെ 18th ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഹീലിയത്തിന്റെ പൊസിഷനെ കുറിച്ചൊക്കെ ഇപ്പോഴും ശാസ്ത്രലോകത്ത് തർക്കമാണ്. ശരിക്കും വരേണ്ടിയിരുന്നത് ഇവിടെയാണ്. പക്ഷെ ആൽക്കലി മെറ്റൽസിന്റെ ഒരു പ്രോപ്പർട്ടിയും ഹീലിയം എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഹീലിയം എക്സിബിറ്റ് ചെയ്യുന്നത് ഇനർട്ട് ഗ്യാസസിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഹീലിയത്തെ 18th ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ പീരീഡ് സെയിം ആണ്, ഗ്രൂപ്പും ബ്ലോക്കും തെറ്റാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിക്കുമല്ലോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് ബ്ലോക്സ് ഓഫ് എലമെന്റ്സ്. S block, P block, T block, F block. Characteristics of different blocks of elements. What are the characteristics? That means atomic size, metallic character, non-metallic character, electronegativity, ionization energy. Turns in properties of elements in periodic table. 9th നമ്മൾ പഠിച്ചതാണ്. പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കാണ്. S block, P block, D block, F block. ഈ എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്? ഹൗ വാരീസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ? സി അറ്റോമിക് സൈസ്. ഹൗ അറ്റോമിക് സൈസ് വാരീസ് ഇൻ പീരിയോഡിക് ടേബിൾ? വാട്ട് ഈസ് അറ്റോമിക് സൈസ്? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് അറ്റോമിക് സൈസ്. ഷെല്ലിന്റെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കൂടും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴാണ്? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. അറ്റോമിക് നമ്പർ ഇൻക്രീസസ്, നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ് because number of electrons increases, so the size increases. And atomic size in periodic table, how varies atomic size in periodic table? As we go from left to right in a periodic table,
atomic number increases gradually, but size of the atom decreases. Why? Because electrons will come closer to the nucleus. Left and right ലോട്ട് പോകുന്നതോറും that means in periods atomic size decrease ആണ്. Atomic number increase ചെയ്യുമ്പോൾ size increase ചെയ്യും, atomic number decrease ചെയ്യുമ്പോൾ size decrease ചെയ്യും. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് നമ്പർ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റോമിക് സൈസ് ഡിക്രീസ് ആണ്. കാരണം ഇലക്ട്രോൺസ് ന്യൂക്ലിയസോട് അടുത്ത് വരുന്നു. ഇലക്ട്രോൺ വിൽ കം ക്ലോസർ ടു ദ ന്യൂക്ലിയസ്. സോ സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ് ആസ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. Then top to bottom means group. In groups atomic size increases. ഗ്രൂപ്പിലെ അറ്റോമിക് നമ്പർ വളരെയധികം ഇൻക്രീസ് ആണ്, അതുകൊണ്ട് അറ്റോമിക് സൈസ് ഇൻക്രീസ് ആണ്. അപ്പോൾ താഴെ നിന്ന് മേലോട്ട് പോകുന്നതോറും സൈസ് കുറയുന്നു. സോ വേർ വി ക്യാൻ സീ ബിഗസ്റ്റ് സൈസ് ഓഫ് അറ്റോമിക് എലമെന്റ്. ഒരു എലമെന്റിന്റെ സൈസ് എന്നല്ല പറയുക, ഒരു എലമെന്റ് മേടപ്പോയിരിക്കുന്ന ആറ്റത്തിന്റെ സൈസ്. സോ വേർ വി ക്യാൻ സീ ബിഗസ്റ്റ് സൈസ് ഓഫ് അറ്റോമിക് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ? ലെഫ്റ്റ് സൈഡ്. എവിടെയാണ്? ബോട്ടം. ഇറ്റ് ഈസ് ഫ്രാൻസിയം. ഫ്രാൻസിയം is the biggest size of atomic element. Next to francium, it is cesium. So smallest size of atomic element, where we can see smallest size of atomic element, right side top, which is that element? Helium is the smallest size of atomic element, right? That is atomic size. Then what about metallic character? See, first group alkali metals, except hydrogen, all are metals. Second group alkali earth metals. So these two groups collectively called S block elements. So all are metals except hydrogen. Then D block transition elements. These are all metals. And in P block includes metals, non-metals, metalloids, etc. And in P block there are some metalloids which are silicon, arsenic, tellurium, polonium, astatine. These are the metalloids present in P block. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ആണ്. ലെഫ്റ്റിലാണ് മെറ്റൽസ് ഉള്ളത്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്നതോറും ഇൻക്രീസ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുന്നതോറും ഡിക്രീസ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി സെയിം. ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഹൗ വേരീസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ്, റൈറ്റ് ലെഫ്റ്റിലോട്ട് വരുന്നതോറും ഡിക്രീസ്. ദെൻ അയണൈസേഷൻ എനർജി. What is ionization energy? The minimum amount of kinetic energy required to remove an electron from an isolated gaseous atom. വാതകാവസ്ഥയിലുള്ള ഒരു ആറ്റത്തിന്റെ അവസാന ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്താക്കുന്നതിന് വേണ്ട ഊർജ്ജമാണ് അയണൈസേഷൻ എനർജി. ഇപ്പൊ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ് ആണ്. സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി കുറവേ വേണ്ടു. ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസോട് അടുത്ത് വരും. അപ്പോൾ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാൻ നല്ല എനർജി വേണം. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി കുറവേ വേണ്ടു. ഇപ്പൊ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ അയണൈസേഷൻ എനർജിയും അറ്റോമിക് സൈസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ്. അറ്റോമിക് സൈസ് ഡിക്രീസ്, അയണൈസേഷൻ എനർജി ഇൻക്രീസ്. അത് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. As we go from left to right in a periodic table, ionization energy increases. Because size decreases, ionization energy increases. And in group, ionization energy decreases. Because size of atom increases. അപ്പോൾ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ എലമെന്റ് കാണുന്ന നോൺ മെറ്റൽസിനാണ്. പൊതുവെ നോൺ മെറ്റൽസിന്റെ കൂട്ടത്തിൽ ഇനർട്ട് ഗ്യാസസിനാണ് അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ വേണ്ടത്. അവ സ്റ്റേബിൾ ആയിരിക്കുന്നവയാണ്, ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നില്ല, ലോസ് ഓർ ഗെയിൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ഹീലിയത്തിനാണ് അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ വേണ്ടത്. ശ്രദ്ധിക്കുക. ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. നോൺ മെറ്റൽസിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, മെറ്റൽസിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് കാണുന്നത് 17th ഗ്രൂപ്പിലാണ്, ഹാലോജൻസ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഹാലോജൻസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ഹാലോജൻസിനാണ്. ഹാലോജൻസിന്റെ കൂട്ടത്തിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ വേണ്ടത് ആർക്കാണ്? ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്. ഈ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ ഒരു പോർഷൻ തരും. പീരിയോഡിക് ടേബിളിന്റെ ഒരു പോർഷൻ തരും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വരാം. ലെറ്റ്സ് സീ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സി എസ് ബ്ലോക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്.
അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? സൈസ് ഇൻക്രീസ് ആണല്ലോ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ. അപ്പൊ അയണൈസേഷൻ എനർജി ലെസ് ആയിരിക്കും. ലോ അയണൈസേഷൻ എനർജി ഓർ ലെസ് അയണൈസേഷൻ എനർജി. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, all are metals except hydrogen. Except hydrogen, all are metals. Alkali metals and alkali earth metals. Metallic character high. They form hydroxides. They can form hydroxides. And the last electron end in S subshell. These are the properties of S block elements. Then D block elements. Characteristic properties of D block elements. All are metals called the transition elements or transition metals, because they show some transition between S block and P block. Its position between P block and S block. All are metals. First important characteristic property, all are metals. Second one, they exhibit different oxidation states, or D block elements or transition elements exhibit different oxidation number. They show variable valency. And next, they form different colored compounds. വ്യത്യസ്ത വർണ്ണ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രസൻസ് ആണ് ഡിഫറെന്റ് കളേർഡ് കോമ്പൗണ്ട്സിന് കാരണം. The next, characteristic properties of P block elements. Elements of group 13 to 18 are collectively called P block elements. And what are the main characteristics of properties of P block elements? They includes metals, non-metals and metalloids. മെറ്റലും നോൺ മെറ്റലും മെറ്റലോയിഡ്സും എല്ലാം പി ബ്ലോക്കിലുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ്, ഈ 3 സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഈ ബ്ലോക്കിൽ കാണാം. ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ഇൻ പി സബ്ഷെൽ. പിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ജനറലി ഹൈ ആണ്. അയണൈസേഷൻ എനർജി ഹൈ ആണ്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഓർ മെറ്റാലിക് ക്യാരക്ടർ ലെസ് ആണ്. These are the properties of P block elements. The next properties of F block elements. Which are F block elements? Elements separated from 6th period and 7th period are called lanthanides and actinides. These are called F block elements. And what are the characteristic properties of F block elements? These are radioactive elements. Most of the elements are radioactive elements. These are artificial elements. And some of these elements used in petroleum industry as a catalyst. And some of the elements of F block are used in atomic reactors, uranium, thorium, protactinium, etc. These are the uses of F block elements also. These are all the properties of S block, P block, D block, F block elements. ഓരോ ബ്ലോക്കിലുമുള്ള എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ചിലപ്പോൾ കുറച്ച് സെന്റൻസുകൾ തരും, സ്റ്റേറ്റ്മെന്റ്സ് തരും, അത് ഏത് ബ്ലോക്കിലെ എലമെന്റ്സിന് സ്യൂട്ടബിൾ ആണ് എന്ന ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുകൊണ്ട് 4 ബ്ലോക്കിലുമുള്ള എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. See children, പീരിയോഡ് ടേബിളിന്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ബോർഡിൽ തന്നിരിക്കുന്നു. പീരിയോഡ് ടേബിളിന്റെ ഒരു പോർഷൻ മാത്രമാണ്, എലമെന്റ്സിന്റെ സിമ്പൽ റിയൽ അല്ല. ഇനി ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. വിച്ച് വൺ ഈസ് ദ ബിഗസ്റ്റ് സൈസ് ഓഫ് അറ്റോമിക് എലമെന്റ്സ്? ഇതിൽ അറ്റോമിക് സൈസ് ഏറ്റവും കൂടിയ എലമെന്റ് ഏതാണ്? നമുക്കറിയാം പീരിയോഡ് ടേബിൾ ലെഫ്റ്റ് സൈഡിൽ ഫ്രാൻസിയം ആണ് സൈസ് ഏറ്റവും കൂടിയ എലമെന്റ്. അപ്പോൾ ഇവിടെ ഫ്രാൻസിയത്തിന് സ്പേസിൽ ആരും ഉണ്ടോ? ഇല്ലെങ്കിൽ അതിന് തൊട്ട് മേലെ ആരാണ്? അതാണ് അറ്റോമിക് സൈസ് ഏറ്റവും കൂടിയ എലമെന്റ് വരുന്നത്. ഇപ്പൊ ആൻസർ ആരാ? സി ആണ്. Then which is the smallest size of atomic element? അത് പീരിയോഡ് ടേബിൾ റൈറ്റ് സൈഡിൽ ഏറ്റവും മേലെയാണ് കാണുന്നത്. അതാരാണ്? ഹീലിയത്തിന്റെ പൊസിഷനിൽ ആരാണല്ലോ അതാണ് എഴുതേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ദെൻ എസിൽ 1 ഇലക്ട്രോൺ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതുക? എസിൽ 1 വരുന്നത് എ, ബി, സി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ചോദിച്ചാലോ, വിച്ച് ആർ ട്രാൻസിഷൻ എലമെന്റ്സ് ചോദിച്ചാലോ, ഈ എലമെന്റ്സ് 3rd ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെ വരുന്നതാണ് ഡി ബ്ലോക്ക് എലമെന്റ്. ബിറ്റ്വീൻ
എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക്. അപ്പോൾ ഈ എഫ് ഇതാണ് ട്രാൻസിഷൻ മെറ്റൽ. ഇനി വിച്ച് ആർ പി ബ്ലോക്ക് എലമെന്റ്സ് ചോദിച്ചാൽ ഇതെല്ലാം എഴുതണം. വിച്ച് ആർ ഇനർട്ട് ഗ്യാസസ്, നോബിൾ ഗ്യാസസ്, സീറോ വാലൻസി എന്ന് ചോദിച്ചാൽ എൽ എം. ദെൻ ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ ഫ്ലൂറിൻ, ഹാലജൻ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ കെ. അതുപോലെ തന്നെ വിച്ച് ആർ ആൽക്കലി മെറ്റൽസ് ചോദിച്ചാൽ എക്സെപ്റ്റ് ഹൈഡ്രജൻ ഓൾ ആർ ആൽക്കലി മെറ്റൽസ്. എ ഇല്ല, ബി ആൻഡ് സി ആർ ആൽക്കലി മെറ്റൽസ്. ഇങ്ങനെ പീരിയോഡിക് ടേബിളിന്റെ ഒരു പോർഷൻ തരും, എലമെന്റിന്റെ റിയൽ സിമ്പൽ തരില്ല, ലെറ്റേഴ്സ് ആണ് തരിക. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ടെക്സ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അത്തരം ഒരു ചോദ്യമുണ്ട്, അത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ ചിൽഡ്രൻ.